സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഒരിക്കലും പ്രേംനസീറിനോട് അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ അച്ഛൻ്റെ സഹോദരി കുമാരി തങ്കം അദ്ദേഹത്തിൻ്റെ നായികയായി 2 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മദ്രാസിലോട്ട് ചെല്ലുന്നത്. പക്ഷേ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ചെല്ലുകയായിരുന്നു മദ്രാസിൽ. പ്രേംനസീറിനെ കാണാം, അദ്ദേഹത്തിൻ്റെ കൂടെ നായികയായിട്ടൊക്കെ അഭിനയിക്കാം. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് അഭിനയിക്കാൻ വിരുദ്ധൻ ശങ്കുന്നൊരു സിനിമയാണ്. എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അതിൽ അടൂർ ഭാസിയാണ് നായകൻ. ഞാനത് അഭിനയിച്ചില്ല. ജന്മം ചെയ്തിട്ടും ഞാൻ അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് മറ്റൊന്നും കൊണ്ടല്ല. ഒന്നാമത് നമുക്ക് കോമഡി അഭിനയിക്കുന്നത് എനിക്കൊരു 10-17 വയസ്സേ ഉള്ളൂ. എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു നായകനായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമേ ഞാൻ കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ. അങ്ങനെ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച ഒരു സിനിമയാണ് ആദ്യം റിലീസായത്. അതിനു മുമ്പ് ഞാൻ സത്യമാഷിൻ്റെ മകളായിട്ടൊരു സിനിമ അഭിനയിച്ചിരുന്നു. പഠിച്ച കളന്നൊരു സിനിമയാണ് നസീർ സാറിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു നാട്ടുപുറത്ത്, എൻ്റെ വീട് കരുവറ്റയാണ്, ഒരു നാട്ടുപുറത്തു നിന്ന് വന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് സിനിമയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. പിന്നെ ഭയങ്കര മനസ്സിൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ ആ ഒരു ആദ്യം എടുക്കുന്ന ഒരു സീനിൽ നസീർ സാറും ഞാനും ബാസിച്ചേട്ടനും കൂടെ അഭിനയിക്കുന്ന ഒരു പാട്ട് സീനായിരുന്നു. അപ്പം അതൊരു മ്യൂസിയത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആനയെ കൊണ്ട് നിർത്തിയിരുന്നു, ഒരു പാട്ട് സീൻ. അപ്പം ബാസിച്ചേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ആനയുടെ അടി കൂടെ നടക്കണമെന്ന്. കരച്ചിലോട് കരച്ചിൽ. ഈശ്വര, ഇങ്ങനെ അഭിനയിക്കാൻ വന്നിട്ട് ഒരു ആനയുടെ ചവിട്ടുകൊണ്ട് ചാട്ടുഗതികളാണോ? അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഒന്നും പറയാം സാറേ, എനിക്ക് പേടിയാണ്. അപ്പം നസീർ സാറ് പറഞ്ഞു, നിങ്ങൾ എന്ത് പറയുന്നത്, ആ കുട്ടി ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയല്ലേ, ഇങ്ങനെയൊക്കെ കൊണ്ട് നിൽക്കുന്നു, ആനയുടെ അടി കൂടെ നടക്കാൻ പറഞ്ഞാൽ സമ്മതിക്കുന്നു. അങ്ങനെ മനസ്സോടെ ആ സിനിമയിൽ അഭിനയിച്ചു. ശരി, ഈ സിനിമ കഴിയുമ്പോൾ സ്ഥലം വിടാമെന്ന് വിചാരിച്ചു. പക്ഷേ കൃഷ്ണനായർ സാറ് പറഞ്ഞു, ഈ സിനിമയുടെ അഭിനയിച്ചിട്ട് മുഴുവനാക്കിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് അന്ന് മലയാള സിനിമയിൽ ഹാസ്യം അഭിനയിക്കാൻ ചെറുപ്പക്കാരികളില്ല. അപ്പം അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നി. അങ്ങനെ വീണ്ടും അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ഒരുപാട് സിനിമകൾ അഭിനയിക്കാനുള്ള ഒരവസരം എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. കൂടുതലും ബാസിച്ചേട്ടനും നസീർ സാറും ഉള്ള സിനിമകളിലാണ് കൂടുതലും അഭിനയിച്ചിരുന്നത്. അന്ന് നസീർ സാറൊക്കെ അഭിനയിക്കുന്ന പഴയ പടങ്ങൾ, ഭക്തകുചേല എന്നൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ കണ്ട് നമ്മൾ ഭയങ്കര ഒരു ആരാധനയോടുകൂടിയാണ് എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും ഞാനിങ്ങനെ. അപ്പോൾ ഉദയായിലൊക്കെ ഷൂട്ടിങ്ങിന് പോകുന്ന ഒരു സമയത്ത് അവിടെയുള്ള ഞങ്ങളെപ്പോഴെങ്കിലും മദ്രാസിലാണ് താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ കേരളത്തിൽ വരുന്നുള്ളൂ ഷൂട്ടിങ്ങിന്. അപ്പോൾ ഉദയം സ്റ്റുഡിയോ വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലോ റോഡ് സൈഡോ എവിടെയെങ്കിലുമൊക്കെ വല്ല ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാകുമ്പം കുറേ പ്രായമായ, ഞാൻ കണ്ടതാണ്, കുറേ പ്രായമായ സ്ത്രീകൾ വന്നിട്ട് പറയുക, ഓ എൻ്റെ കൃഷ്ണ, എനിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ കാണാൻ നസീർ സാറിനെ കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അവരുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ശ്രീരാമനും കൃഷ്ണനും ഒക്കെയാണ്. മലയാള സിനിമയിൽ അന്ന് ആലോചിച്ച് നോക്കിയാലേ കൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും CID നസീറായിട്ടും എല്ലാ വേഷങ്ങളും അഭിനയിക്കാൻ പറ്റിയ ഒരേ ഒരു നടൻ. അതിന്നും അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ വെച്ചാൽ പിന്നെ ഒരുപാട് അനുഭവങ്ങളെന്ന് വെച്ചാൽ മദ്രാസിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ പോലെ ലക്ഷങ്ങളോ കോടികളോ ഒന്നുമല്ല നമുക്കൊന്നും കിട്ടിക്കൊണ്ടിരുന്നത്. തുച്ഛമായ ശമ്പളമൊക്കെ ആയിരുന്നു നമുക്ക്. അത് തന്നെ നമുക്ക് കിട്ടത്തുമില്ല, അതൊക്കെ വണ്ടിച്ചൊക്കെയായിരിക്കും. അപ്പോൾ അങ്ങനെ അഭിനയിച്ച് ഇന്ന് കുറേശ്ശെ കാശ് കിട്ടുമ്പോൾ ഈ കിളി കൂട് കൂട്ടുന്ന പോലെ നമ്മളെല്ലാം ചേർത്ത് വെച്ചൊരു വീടുണ്ടാക്കി. അപ്പോൾ വീടുണ്ടാക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നസീർ ചോദിച്ചു, അല്ല ഇതിൻ്റെ ഗൃഹപ്രവേശമൊക്കെ നടത്തി ഞങ്ങൾക്കൊക്കെ വല്ല ഭക്ഷണമൊക്കെ തരില്ലെന്ന്. ഞാൻ പറഞ്ഞു, സാറേ വീടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ദാരിദ്ര്യവാസിയായി, ഇനിയിപ്പം ഗൃഹപ്രവേശമൊക്കെ നടത്തി എല്ലാവർക്കും ഭക്ഷണമൊക്കെ തരണമെന്ന് വെച്ച് ഞാൻ ഇനി എവിടുന്ന് കടം വായിക്കാൻ, ഒന്നുമില്ല കയ്യിൽ. അപ്പം സാറ് പറഞ്ഞു, നമ്മൾ മദ്രാസിൽ ആദ്യമായിട്ടൊരു വീടുണ്ടാക്കില്ലേ, നമുക്കതൊരു ആഘോഷമാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു നിവൃത്തിയില്ല. അപ്പം സാർ വിഷമിക്കണ്ട, നമുക്കൊരു ആഘോഷമാക്കാം. അപ്പോൾ അത്ഭുതം തോന്നി. അതെങ്ങനെയത് ഫുഡിൻ്റെ കാര്യമൊക്കെ ഞാൻ ഏൽച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പൊറോട്ട ഇങ്ങനെയുള്ള സാധനമൊക്കെ പറഞ്ഞിട്ട്
കൂടെ ഒരു ഐസ്ക്രീം കൂടെ ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചു, സാറ് എന്തേ പറയുന്നത്? സാറേ എൻ്റെ കാശില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കാശ് വേണ്ടെന്ന്. അങ്ങനെ നസീർ സാറാണ് എൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശം നടത്തി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. പിന്നെ പല സ്ഥലത്തും അന്ന് ഞാൻ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം എൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് കച്ചേരികൾ വന്നു. ആ സമയത്തൊക്കെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമില്ല. ഒന്നിലെ ബാംഗ്ലൂരോ മൈസൂരോ ഒക്കെ ആയിരിക്കും ഷൂട്ടിങ്. അപ്പം അവിടെയൊക്കെ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ടിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ റൂമിൽ വന്നിരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ബാസിയായിട്ട് നസീർ സാറ് വന്നിട്ട് ചോദിച്ചു, അപ്പം എന്താണ് പ്രാക്ടീസ് ചെയ്യണം? അപ്പോൾ ഞങ്ങളും കൂടെ കൂടാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മേശയെടുത്ത് അതിൽ ഈ മൃദംഗം വായിക്കുന്ന പോലെ അങ്ങനെ മൃദംഗം വായിക്കുക. അവർ രണ്ടുപേരും കൂടെ ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യും. എനിക്കതൊക്കെ ഒരു അത്ഭുതം തോന്നി. അതുപോലെ പാട്ട് പാടുന്ന കാര്യത്തിൽ എനിക്കെന്നും തോന്നിയിരുന്ന ഒരു അത്ഭുതമായിരുന്നു, ഈ മനുഷ്യന് ഇത്ര നന്നായിട്ട് എങ്ങനെ പാടാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു സംശയം തോന്നി, പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ പാസ്റ്ററെ കൊണ്ട് ഒരുപാട് നിർബന്ധിച്ച് അന്ന് അദ്ദേഹത്തെ കൊണ്ടൊരു പാട്ട് പഠിച്ചു. അത് റെസ്റ്റ് ഹൗസിലുള്ള ഒരു പാട്ട്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട്. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. സുന്ദരമായിട്ട് പാടും. ഭയങ്കര മലയാള സിനിമ 2 പേരേ ഉള്ളൂ ഇത്ര പാട്ട് തന്മയത്തോടുകൂടി അഭിനയിക്കുന്ന 2 പേര്. ഒന്ന് തമിഴ് ശിവാജി ഗണേശൻ, ഒന്ന് നസീർ സാർ. കാരണം പാട്ട് പാടുമ്പോൾ ഇവിടുത്തെ ഞരമ്പൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സാറിന് പാടാൻ കഴിയുള്ളൂ. അങ്ങനെ സാറ് നിർബന്ധിച്ച് പാടി. പിന്നെ കവിയൂർ പൊന്നമ്മയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചു, ആരോ ചോദിച്ചിരിക്കുന്നത് നസീർ സാറ് പാടുമെന്ന്. പിന്നെ അങ്ങനെ എന്നെ പക്കാല പാടി കേൾപ്പിച്ചത് പുള്ളിക്കാരി പറയുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പേരെ സഹായിച്ചു. ആരെയൊക്കെ സഹായിച്ചു എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇടുക്കി ഡാം തുറന്ന ശേഷം എനിക്കൊന്ന് കടത്തനാട്ട് മാക്കം എന്നുള്ളൊരു ഷൂട്ടിങ്ങിനാണെന്ന് തോന്നുന്നു. അവിടെ പോയി ഞങ്ങൾ അപ്പുറത്തെ സൈഡ് സെറ്റിട്ട്. അപ്പോൾ എന്നും രാവിലെ ഇങ്ങനെ ഷൂട്ടിങ് സ്ഥലത്തു നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ജീപ്പിലാണ്. ഞാനുണ്ട്, ഷീലാമ്മയുണ്ട്, നസീർ സാറിന്. അന്ന് തനിയെ വണ്ടി വേണമെന്നൊന്നും പറയില്ല. ഞങ്ങൾ വളരെ ജോളിയായിട്ട് പോകുമ്പോൾ അവിടെ ഒരു മറിയാമ്മ ചേട്ടത്തിയുടെ ഒരു ചായക്കട, അവിടെ കയറി ഞങ്ങൾ പുട്ടൊക്കെ കഴിക്കാം. ദിവസം പറഞ്ഞു വെച്ചേക്കും ഞങ്ങൾ ഈ സമയത്തിൽ വരും. മറിയാമ്മ ചേട്ടത്തി പുട്ടുണ്ടാക്കി വെച്ചേക്കണം. ഞങ്ങളുടെ കൂടെയൊക്കെ എല്ലാവരും കൂടെ ഉണ്ട് വളരെ സന്തോഷമായിട്ട് അദ്ദേഹം കഴിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ഞങ്ങൾ ചെന്നൈയിൽ താമസിക്കുമ്പോൾ എല്ലാം സെറ്റിലാണല്ലോ ഷൂട്ട്. അപ്പോൾ ഷൂട്ടിംഗ് അല്ലാത്ത സമയത്ത് എല്ലാവരും കൂടെ പുറത്ത് വന്നിരുന്ന് ചെയറൊക്കെ ഇട്ട് എല്ലാവരും പുറത്ത്, എല്ലാവരും തന്നെ ഞാനൊരു നായകനാണ്, ഞാൻ കുറച്ച് മാറി, അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി ആ പുറത്ത് വന്നിരുന്ന് പിന്നെ സംസാരിക്കും, ഓരോരോ വിശേഷങ്ങൾ ചോദിക്കും, എന്തായി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കും. അതുപോലെ നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു പുറന്നാളോ എന്തുണ്ടായാലും അദ്ദേഹം രാത്രിയാണെങ്കിലും ഷൂട്ടിങ് കഴിഞ്ഞാലും വന്നിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ സാറിന് നിർബന്ധിക്കരുന്നില്ലായിരിക്കും, അപ്പോൾ വന്നിരിക്കും. അതുപോലെ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് കാരവനില്ല, മൊബൈലില്ല. അതുകൊണ്ടൊരു ഗുണം കിട്ടി, പരസ്പരം ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റി. ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളോ അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ ഒരു ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ച പോലെ ഒരു ജീവിതത്തിൽ ഇതുവരെ സന്തോഷം എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. കാരണം ഇത്രയും വലിയൊരു നടൻ്റെ കൂടെ കുറേ സിനിമകൾ അഭിനയിക്കാൻ പറ്റും. പിന്നെ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം, അദ്ദേഹം നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നു, സുഖമാണോ, വീട്ടിൽ എന്തൊക്കെയുണ്ട്. ഞാൻ എൻ്റെ വീട് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീലന് വീടൊക്കെ തീരാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. ഞാൻ പറയില്ല സാർ, ഒന്നുമില്ല. എന്തിനാ പറയുന്നത്? അങ്ങനെ ഒരു ചോദ്യം പോരെ നമ്മുടെ മനസ്സ് സന്തോഷിക്കാനും. അങ്ങനെ ആരെങ്കിലും ഇതൊക്കെ ചോദിക്കൂ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഒരിക്കലും നസീർ സാറിൻ്റെ ഒരു ഫംഗ്ഷൻ ഞാൻ പോകാതിരിക്കുകയില്ല. എൻ്റെ ഓർമ്മകൾ എപ്പോഴും എന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ ആരോ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് നല്ല നടന്മാരെ നടിമാരെ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ സിനിമകളൊക്കെ നമ്മൾ ഈ TV കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് പറയാം, എനിക്ക് ഭയങ്കര ദുഃഖം തോന്നിയിട്ടുണ്ട്. ഈശ്വര, ഞാൻ ഇവരുടെ കൂടൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണല്ലോ, ഇവരെല്ലാം നമ്മളെ വിട്ടുപോയല്ലോ. എത്ര വലിയ കലാകാരന്മാരായിരുന്നു അവരൊക്കെ. ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ TV ഓഫ് ചെയ്ത് കളയും. അങ്ങനെ പ്രേം നസീറിൻ്റെ 37ാമത്തെ ജന്മദിനമാണ്. ഇത്ര പെട്ടെന്നാണ്. ഞാൻ കല്യാണം കഴിച്ച് കുന്നംകുളത്ത് താമസിക്കുന്ന കാലത്തും അദ്ദേഹം ആ വഴി പോകുമ്പോഴും ഇവിടെ ഇറങ്ങുമായിരുന്നു. ഞാനിങ്ങനെ മരുന്നുണ്ടാക്കുന്നതെല്ലാം കണ്ടിട്ട് പറയും, ഓ എന്തൊരു മാറ്റമായിട്ട് ഇസ്രയേലിലേക്ക് സിനിമയിൽ നിന്ന്
പിന്നെ നേരെ വന്നത് ആയുർവേദത്തിലോട്ട്. സത്യമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്കതിനെപ്പറ്റി യാതൊരു വിവരമില്ലായിരുന്നു. പക്ഷേ എന്നാലും നമ്മളുടെ ഫീൽഡ് ഇനി അതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഫീൽഡിലോട്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് മദ്രാസിൽ പോകുമ്പോഴും അദ്ദേഹത്തെ കാണുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയെക്കുറിച്ച് കേട്ടപ്പം ദുഃഖം എന്ത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എന്തൊരു ഫംഗ്ഷന് വേണ്ടി എന്നെ വിളിച്ചാലും ഞാൻ അവിടേക്ക് എത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിൽ ഇപ്പോഴും ആ ഓർമ്മകളുമായിട്ടാണ് ഞാൻ ഇന്നും ഇങ്ങോട്ട് വന്നത്. വിളിച്ചിട്ട് വരത്തില്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നത്, എന്നാലും വേണ്ടില്ല, തിരുവനന്തപുരത്ത് ഞാൻ ഇതുവരെ വന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ ദിവസം ഇവിടെ എല്ലാവരും പങ്കുചേരാൻ വേണ്ടിയാണ് ഞാനും വന്നത്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എന്നെ ക്ഷണിച്ചതിനും ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തും. നന്ദി, നമസ്കാരം.